കേരളം കണ്ട ഏറ്റവും മികച്ച IPS ഉദ്യോഗസ്ഥരിൽ ഒരാളും കേരള കേഡറിലെ എക്കാലത്തെയും മികച്ച ആദ്യ 5 ഓഫീസർമാരുടെ പട്ടികയിൽ മുൻനിരക്കാരനുമായ DGP നിതിൻ അഗർവാൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. ജൂലൈ 31 വെള്ളിയാഴ്ച വിടവാങ്ങൽ പരേഡോടെ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുമ്പോൾ രാഷ്ട്രീയ യജമാനന്മാർക്ക് മുന്നിലും ഭരണാധികാരികൾക്ക് മുന്നിലും മുട്ടുമടക്കാത്ത ഒരു അപൂർവ പോലീസ് പ്രതിഭയ്ക്കാണ് സേന യാത്രയയപ്പ് നൽകുന്നത്. 37 വർഷത്തെ സമാനതകളില്ലാത്തതും അവിസ്മരണീയവുമായ സർവീസാണ് നിതിൻ അഗർവാളിന്റേത്. ഡൽഹി IITയിൽ നിന്ന് MTechഉം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhilഉം കരസ്ഥമാക്കി 1989 ബാച്ചിലൂടെ IPS കേഡറിലെത്തിയ അദ്ദേഹം സാങ്കേതിക വിദ്യയെ കുറ്റാന്വേഷണവുമായും പോലീസിംഗുമായും കൂട്ടിയോജിപ്പിക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ്. കണ്ണൂരിൽ ASP ആയിരുന്ന കാലത്ത് സീനിയർ ഉദ്യോഗസ്ഥനെ സമരക്കാർ വളഞ്ഞുവെച്ച് ആക്രമിച്ചപ്പോൾ ജീവൻ പോലും പണയം വെച്ച് ഓപ്പറേഷൻ ഇറങ്ങി സംരക്ഷിച്ച ധീരതയുടെ ചരിത്രം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ആ സംഭവത്തിന്റെ പേരിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കറുത്ത പട്ടികയിൽ ഇടം പിടിച്ച അദ്ദേഹം തുടർന്ന് ഇങ്ങോട്ടുള്ള സർവീസ് ജീവിതത്തിലുടനീളം രാഷ്ട്രീയക്കാരുടെ വിരോധത്തിനും പകപോക്കലുകൾക്കും ഇരയാകേണ്ടി വന്നു. ഏറ്റവും ഉയർന്ന സീനിയോറിറ്റിയും സമാനതകളില്ലാത്ത സർവീസ് റെക്കോർഡും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല. രാഷ്ട്രീയ യജമാനന്മാരുടെ അനഭിലഷണീയമായ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനും നട്ടെല്ല് വളയ്ക്കാത്തതിനുമുള്ള പകപോക്കലായിരുന്നു ആ പദവി നിഷേധിക്കൽ. പകരം അദ്ദേഹത്തിന് താഴെയുള്ള ജൂനിയർമാർ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോഴും പരാതികളില്ലാതെ അദ്ദേഹം തന്റെ കർത്തവ്യം തുടർന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യ-പാക് അതിർത്തിയിൽ പാകിസ്ഥാനെ വിറപ്പിച്ച കണിശക്കാരനായ സേനാധിപനായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയും മയക്കുമരുന്ന് കടത്തിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേന്ദ്രത്തിൽ സർവശക്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിൽ പോലും അനീതികൾക്കെതിരെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ആർക്കു മുന്നിലും തലകുനിക്കാത്ത ആ നിലപാടാണ് BSF മേധാവി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി മാതൃകേഡറായ കേരളത്തിലേക്ക് തിരികെ അയക്കുന്നതിലേക്ക് നയിച്ചത്. തലശ്ശേരിയിൽ ASP ആയി സർവീസ് ആരംഭിച്ച അദ്ദേഹം അടൂർ, കൊല്ലം എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഇടുക്കി, പാലക്കാട്, കണ്ണൂർ, ആലപ്പുഴ മേഖലകളിൽ ജില്ലാ പോലീസ് മേധാവിയായും KAP, SAP, SRIF ബറ്റാലിയനുകളിൽ കമാൻഡറായും വിജിലൻസിലും ഗവർണറുടെ ADC ആയും മികവ് തെളിയിച്ചു. DIG റാങ്കിൽ കണ്ണൂർ, തിരുവനന്തപുരം റേഞ്ചുകളിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും പ്രവർത്തിച്ച അദ്ദേഹം ADGP ആയി ഉത്തരമേഖലയുടെ ചുമതലയും ആംഡ് പോലീസ് ബറ്റാലിയനും നയിച്ചു. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച് തിരിച്ചെത്തിയ ശേഷം റോഡ് സേഫ്റ്റി കമ്മീഷണറായും നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കേന്ദ്ര സായുധ സേനാ വിഭാഗങ്ങളിൽ DIG ആയും IG ആയും പ്രവർത്തിച്ച അദ്ദേഹം CRPFൽ ADGP ആയും BSF DG ആയും ദേശീയതലത്തിൽ തന്നെ പ്രശസ്തനായ ഉദ്യോഗസ്ഥനായി മാറി. IDBPയിൽ സേവനവും അദ്ദേഹത്തിന്റെ തിളക്കം കൂട്ടി. സ്തുത്യർഹ സേവനത്തിനുള്ള ഇന്ത്യൻ പോലീസ് മെഡൽ, വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ, വിവിധ സായുധ സേനകളുടെ ഗോൾഡ് മെഡലുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച IPS ഓഫീസർമാരിൽ ഒരാളെന്ന ബഹുമതിയോടെയാണ് പടിയിറങ്ങുന്നത്. പോലീസ് അസോസിയേഷന്റെ വിടവാങ്ങൽ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കി കാര്യം പറയും. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായിരിക്കും. എന്നാൽ പലരുടെയും കാര്യത്തിൽ അതങ്ങനെയല്ല എന്ന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ സദസ്സ് വലിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. വസ്തുതകളും ശരികളും ആരുടെയും മുഖത്തു നോക്കി പറയാൻ മടിക്കാത്ത ഒരു ഉദ്യോഗസ്ഥന് ഭരണകൂടങ്ങളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ലഭിച്ച അനീതികൾ ചെറുതല്ല. എങ്കിലും ജനങ്ങളുടെയും സഹപ്രവർത്തകരുടെയും മനസ്സിൽ ഒരു യഥാർത്ഥ നായകന്റെ പ്രതിച്ഛായയോടെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കപ്പിനും ചൂണ്ടിനുമിടയിൽ വെച്ച് രാഷ്ട്രീയ കളിയിൽ സംസ്ഥാന പോലീസ് മേധാവി പദം നഷ്ടമായെങ്കിലും IPS കേഡറിലെ ഏറ്റവും സത്യസന്ധനും നിർഭയനുമായ ഉദ്യോഗസ്ഥൻ എന്ന വിശേഷണം എന്നും നിതിൻ അഗർവാളിന് സ്വന്തമായിരിക്കും. 37 വർഷത്തെ നീണ്ട സർവീസിനു ശേഷം പടിയിറങ്ങുമ്പോൾ തളയ്ക്കാൻ നോക്കിയവർക്ക് മുന്നിൽ സ്വന്തം വ്യക്തിത്വവും നട്ടെല്ലും പണയം വെക്കാതിരുന്ന ആ നിലപാടിന് കേരള സമൂഹം ആദരവോടെ പറയുന്നു. വെൽഡൺ നിതിൻ അഗർവാൾ. പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന വിടവാങ്ങൽ പരേഡോടെ കേരള പോലീസിലെയും രാജ്യത്തെയും ഈ അസാധാരണ പോലീസ് പ്രതിഭ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയും.